നമസ്കാരം. റിയലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്, സെൽ എന്നാൽ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സെല്ലിന്റെ മെമ്പറൈനായ പ്ലാസ്മ മെമ്പറൈനെ കുറിച്ച് പഠിച്ചു. അതിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്തോന്ന് ചെയ്തു പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽ വാളിനെ കുറിച്ചാണ്. അപ്പൊ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ എന്തോന്ന് പഠിച്ചായിരുന്നു? അതിന്റെ അകത്ത് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ക്ലാസ്സിലല്ല നമ്മൾ പറഞ്ഞത്. ഈ 9ാം ക്ലാസ് മാത്രമല്ല, ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് ഓസ്മോസിസ് എന്നാൽ എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ എന്നാൽ എന്താണെന്ന് അറിയണം, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്നാൽ എന്താണെന്ന് അറിയണം, ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നാൽ എന്താണെന്ന് അറിയണം, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഇവയെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ, അതായത് അതിന്റെ ബാക്കി ഒരു പോർഷനായ സെൽവാളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സെൽവാൾ എന്ന് പറയുന്നത് അതായത് ഇൻ അഡീഷൻ ടു പ്ലാസ്മ മെമ്പറൈൻ, പ്ലാസ്മ മെമ്പറൈനെ കൂടാതെ പ്ലാന്റ് സെല്ലിൽ ഒരു സ്ട്രക്ചറും കൂടെ ഉണ്ട്. അതാണ് എന്ന് പറയുന്നത് സെൽവാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻ അഡീഷൻ ടു ദ പ്ലാസ്മ മെമ്പറൈൻ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് സെൽ ദർ ഈസ് ആൻ എക്സ്റ്റേണൽ സപ്പോർട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്ട്രക്ചർ കോൾഡ് സെൽവാൾ. അതായത് ഇതൊരു സെല്ലാണെന്ന് വെച്ചു. അപ്പൊ അതിനകത്ത് എന്തോന്നുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഈ ന്യൂക്ലിയസിനെ കൂടാതെ അതിനകത്ത് എന്തോന്നുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. അതുപോലെ തന്നെ കുറെ സെൽ ഓർഗനൽസ് ഉണ്ട്, അല്ലെ? ഇത് കൂടാതെ നമുക്ക് അറിയാം പുറമെ ഒരു സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്മ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ ലെമ അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇതിനെ കൂടാതെ ഒരു സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് സെൽ വാൾ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് സെൽ. അതായത് നമ്മൾ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയുന്ന ആദ്യത്തെ പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കേസ് പറയുന്നത്? ഇൻ അഡീഷൻ ടു ദ പ്ലാസ്മ മെമ്പറൈൻ there is an external structure called a cell wall in the case of plant cell. അല്ലെ, വെറും സ്ട്രക്ചർ ആണോ? അല്ല, റിജിഡ് ഔട്ടർ കവറിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. റിജിഡ്, വളരെ കട്ടിയുള്ള ഔട്ടർ കവറിംഗ് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറയാം. ഇൻ അഡീഷൻ ടു ദ പ്ലാസ്മ മെമ്പറൈൻ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് സെൽ there is an external structure called a cell wall in the case of a plant cell എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ റിജിഡ് ഔട്ടർ കവറിംഗ് ആണ് നമുക്ക് പറയാം, അല്ലെ? പ്ലാന്റ് സെല്ലിന്റെ കേസിലുള്ള ഒരു എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ആണ് എന്ന് പറയുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് പ്ലാസ്മ, എന്താണ് സെൽ വാൾ എന്ന് ചോദിച്ചാൽ എന്താണ്? ഇൻ ദ കേസ് ഓഫ് plant cell there is a rigid outer structure outside the plasma membrane. പ്ലാസ്മ മെമ്പറൈന്റെ പുറത്തായിട്ട് കാണപ്പെടുന്ന വളരെ കട്ടിയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുന്നുള്ള ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എന്തുകൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് സെൽ ആണ് കേട്ടോ. പ്ലാന്റ് സെല്ലിലെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ സെല്ലുലോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് എന്തോ നിർമ്മിച്ചിരിക്കുന്നത് ഈ പറയുന്ന സെൽ വാള് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം സെൽ വാൾ ലൈസ് ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ. ദ സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സ്ട്രക്ചർ കോൾഡ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഈ പ്ലാസ്മ മെമ്പറൈനെ കൂടാതെ അതിന്റെ പുറമെ ആയിട്ട് കാണപ്പെടുന്ന ഒരു റിജിഡ് ഔട്ടർ കവറിംഗ് ആണ് സെൽ വാൾ. ആ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് ഈ പറയുന്ന സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് സെല്ലുലോസ് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ തോന്നാണ് സെല്ലുലോസ് ഈസ് എ കോംപ്ലക്സ് സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊവൈഡ്സ് സ്ട്രക്ചറൽ സ്ട്രെങ്ത് ടു പ്ലാന്റ്സ്, അല്ലെങ്കിൽ സെൽ വാൾ ഈസ് എ സ്ട്രക്ചർ ദാറ്റ് ഗീവ് സ്ട്രക്ചറൽ സ്ട്രെങ്ത് ടു ദ പ്ലാന്റ്സ്. ഓക്കെ, അതായത് ഈ സെൽ വാൾ എന്ന് പറയുന്ന എന്താണ് ഔട്ടർ കവറിംഗ് ആണ് പ്ലാന്റ്സിന് എന്തോന്ന് നൽകുന്നത്? പ്ലാന്റ്സിന് ഔട്ടർ ലെയർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്, പ്ലാന്റ് സെല്ലിന്റെ ഔട്ടർ ലെയർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അത് കൂടാതെ അവർക്ക് സ്ട്രക്ചറൽ സ്ട്രെങ്ത് നൽകുന്നത് എന്താണ്? ഈ സെൽ വാൾ ആണ്. ഓക്കെ, ഈ സെൽ വാൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറഞ്ഞുതരാം. സെൽ വാൾ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെമ്പറൈനെ കൂടാതെ പുറമേ കാണപ്പെടുന്ന ഒരു റിജിഡ് ഔട്ടർ കവറിംഗ് ആണ്. പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന ഒരു റിജിഡ് ഔട്ടർ കവറിംഗ് ആണ് ഈ പറയുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. ഈ സെൽ വാളിന്റെ ജോലി എന്താണ്? ഇറ്റ് ഗീവ്സ് സ്ട്രെങ്ത് ടു ദ അല്ലെങ്കിൽ പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ് സെൽ എന്ന് നമുക്ക്
പറയാം. ഇത് എന്ത് സ്ട്രക്ചർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? പ്ലാന്റ് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. പ്ലാന്റ് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്ന് നമുക്ക് പറയാം സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് സെൽ വാള്. നമ്മൾ പറഞ്ഞു സെൽ വാൾ എന്ന് പറയുമ്പോൾ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ 3 പാർട്ടുകളുണ്ട്. ഓക്കെ, ഒന്നാമത്തത് പ്രൈമറി സെൽ വാൾ, രണ്ടാമത്തത് സെക്കൻഡറി സെൽ വാൾ, മൂന്നാമത്തത് മിഡിൽ ലാമെല്ല എന്ന് പറയുന്ന 3 പാർട്ട് എന്തോന്നുണ്ട് ഈ പറയുന്ന സെൽ വാൾ ഉണ്ട്. വരയ്ക്കാനൊന്നും പറ്റത്തില്ല. അത് അങ്ങനെ സ്ട്രക്ചർ നിങ്ങൾ ടെക്സ്റ്റ് കാണത്തില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇനി വലിയ ക്ലാസ് ഇട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സെൽ വാളിന് സ്ട്രക്ചർ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. എന്താണ് സെൽ വാൾ ഈസ് അല്ലെങ്കിൽ 3 പാർട്ടാണ് എന്ന് പറയുന്നത്. പ്രൈമറി സെൽ വാൾ, സെക്കൻഡറി സെൽ വാൾ, മിഡിൽ ലാമെല്ല എന്ന് പറയുന്ന 3 പാർട്ട് ഉണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന പ്ലാന്റ് സെല്ലിനെ കൂടാതെ വേറെ ഏതൊക്കെ ജീവി വിഭാഗത്തിന് എന്തോന്നുണ്ട് സെൽ വാൾ ഉണ്ടെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന പ്ലാന്റ് സെല്ലിനെ കൂടാതെ സെൽ വാൾ കാണപ്പെടുന്ന മറ്റൊരു ജീവിയാണ് എന്ന് പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാന്റ് സെല്ലിന്റെ കേസില് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ബാക്ടീരിയൽ സെല്ലിന്റെ കേസിൽ അതിന്റെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെപ്റ്റിഡോഗ്ലൈസൻ എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് എന്തോ നിർമ്മിച്ചിരിക്കുന്നത് ഈ പറയുന്ന ബാക്ടീരിയയുടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ കേസിൽ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന സ്ട്രക്ചർ ഏതാണ്? സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ബാക്ടീരിയൽ സെല്ലിനും എന്തുണ്ട്? ഈ പറയുന്ന സെൽ വാൾ ഉണ്ട്. ബാക്ടീരിയയുടെ കേസിലും അതിന് എന്തോന്നുണ്ട്? സെൽ വാൾ ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ബാക്ടീരിയൽ സെല്ലാണെന്ന് പറയുന്നത് ആന്റൺ വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആദ്യമായി കണ്ടുപിടിച്ച എന്ന് പറയുന്നത് ലിവിംഗ് സെൽ എന്ന് പറയുന്നത് പോണ്ട് വാട്ടറിൽ നിന്ന് കണ്ടുപിടിച്ചത് അല്ലെ. അപ്പം ആ പറയുന്ന സെല്ലിനും എന്തോന്നുണ്ട്? ഈ പറയുന്ന സെൽ വാൾ ഉണ്ട് അല്ലെ, ബാക്ടീരിയൽ സെല്ലിനും. ആ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് അല്ല. ആ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന സ്ട്രക്ചർ നമ്മൾ പറയുന്നത് പെപ്റ്റിഡോഗ്ലൈസൻ എന്നാണ് പറയുന്നത്. പെപ്റ്റിഡോഗ്ലൈസൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പെപ്റ്റിഡോഗ്ലൈസൻ എന്ന് പറഞ്ഞാൽ ഷുഗറും അമിനോ ആസിഡും കൂടെ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന പെപ്റ്റിഡോഗ്ലൈസൻ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതിന്റെ കേസിൽ? ബാക്ടീരിയൽ സെല്ലിന്റെ കേസിലാണെന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈസൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. തീർന്നില്ല. ഈ പറയുന്ന ബാക്ടീരിയയും ഈ പറയുന്ന പ്ലാന്റ് സെല്ലിനെയും കൂടാതെ ഫംഗസ് എന്ന് പറയുന്ന ഒരു ജീവിവിഭാഗമുണ്ട്. ഈ പറയുന്ന ഫംഗസ് എന്ന് പറയുന്ന ജീവിവിഭാഗത്തിന്റെ ബോഡിയും അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിലും എന്തോ കാണാൻ കഴിയുന്നുണ്ട്? സെൽ വാൾ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് അതിന്റെ കേസിലുള്ള സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ 3 കേസാണ് പറഞ്ഞത്. പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ട്, ബാക്ടീരിയൽ സെല്ലിലുണ്ട്, ഫംഗി എന്ന് പറയുന്ന മെറ്റീരിയൽസിൽ സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ പ്ലാന്റ് സെല്ലിൽ സെല്ലുലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് എന്തോ നിർമ്മിച്ചിരിക്കുന്നത്? സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ടീരിയയുടെ കേസിൽ എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്? പെപ്റ്റിഡോഗ്ലൈസൻ എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഫംഗി എന്ന് പറയുന്ന ജീവിവിഭാഗത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബോഡിയിൽ കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്. കൈറ്റിൻ എന്ന് പറയുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ പറയുന്ന കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ജീവിവിഭാഗത്തിനും എന്തോന്നുണ്ട്? പ്ലാസ്മ മെംബ്രേനെ കൂടാതെ ഒരു ഔട്ടർ സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. ആ കവറിംഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, സെൽ വാൾ എന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന സെൽ വാളിൽ നടക്കുന്ന ഒരു പ്രോസസ്, പ്ലാന്റ് സെല്ലിന്റെ കേസിൽ സെൽ വാളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, അപ്പം നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിരുന്നതാണ് റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അപ്പം അതുപോലെ പ്ലാന്റ് സെല്ലിന്റെ കേസിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് പറയുന്ന പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്. നമുക്ക് നോക്കാം എന്താണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രോസസ് എന്ന്. നമുക്ക് the process in plant cell where the plasma membrane pulls away from the cell wall due to the loss of water through osmosis അല്ലേ. അപ്പൊ നമുക്കറിയാം ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ വാട്ടറിന്റെ ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലേ. റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ, ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക് ഒക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? സാധനം ചുരുങ്ങുന്നു, വെള്ളം നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ചുരുങ്ങുന്നുണ്ട്, കയറുമ്പോൾ അത് വീർക്കുന്നുണ്ട് വെള്ളം നിറയുമ്പോഴത്തേക്ക്. പിന്നെ ഒരേ എമൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ 3 കേസ് നമ്മൾ പറഞ്ഞു. ഹൈപ്പോട്ടോണിക്, ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. എന്നാൽ ഈ പറയുന്ന പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ
നമ്മൾ ഒരു പ്ലാൻ സെൽ എടുക്കുമ്പോഴത്തേക്ക് ആ പ്ലാൻ സെല്ലിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട് അല്ലെ. ഇത് കൂടാതെ ഇതിന്റെ പുറമെ കാണപ്പെടുന്ന ഈ സ്ട്രക്ചർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ ലെമ, സെൽ മെംബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ട്രക്ചർ അല്ലെ. ഈ സെൽ മെംബ്രെയിൻ കൂടാതെ കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് സെൽ വാൾ അല്ലെ. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ വാട്ടറിന്റെ ലോസ് സംഭവിക്കും. ഓക്കെ, അതായത് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിന്റെ ഫലമായിട്ട് വാട്ടറിന്റെ ലോസ് സംഭവിക്കുകയും വാട്ടർ ലോസ് നടക്കും. ഏത് പ്രോസസ്സിലൂടെ? ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ വാട്ടർ ലോസ് സംഭവിക്കും. ഡ്യൂ ടു ദ ലോസ് ഓഫ് വാട്ടർ ത്രൂ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് ഞാൻ ഇനി ഡിഫൈൻ ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓസ്മോസിസ് എന്നാൽ എന്താണെന്ന് നല്ല വൃത്തിയായി പഠിച്ചതാണ് അല്ലെ. ആ പ്രോസസ്സിലൂടെ നമുക്ക് എന്തോ നഷ്ടപ്പെടുന്നുണ്ട്, ജലം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ടറിന്റെ ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? വാട്ടറിന്റെ ലോസ് സംഭവിക്കുന്നുണ്ട്, സെല്ലിൽ നിന്ന് വാട്ടറിന്റെ ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിനും കാണും, സെൽ വാളും കാണും അല്ലെ. ഈ പ്ലാസ്മ മെംബ്രെയിൻ സെൽ വാളിന്റെ അടുത്ത് നിന്ന് ഒരുപാട് അകത്തേക്ക് അങ്ങ് പോകും, അല്ലെങ്കിൽ പുൾസ് എവേ ഫ്രം ദ സെൽ വാൾ. എന്താണ് കാരണം? എന്താണ്? ഡ്യൂ ടു ദ ലോസ് ഓഫ് വാട്ടർ. ജലം നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ട്, സെല്ലിനുള്ളിലെ വാട്ടറിന്റെ കണ്ടന്റ് നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ട് എങ്ങനെയായിരിക്കും നഷ്ടപ്പെടുന്നത്? ബൈ ദ പ്രോസസ് കോൾഡ് ഓസ്മോസിസ് അല്ലെ. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ വാട്ടർ നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന സെൽ വാളിൽ നിന്ന് പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ അകന്ന് പോകും. പറഞ്ഞു മനസ്സിലായില്ലേ? അകന്ന് പോവുകയും അത് ഒരുപാട് വ്യത്യാസം കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാ നോക്ക്, ഇതൊരു സെല്ലാണെന്ന് വെച്ചോ. ഇതൊരു സെല്ലാണ്. ഓക്കെ, പടം ജസ്റ്റ് വരച്ചിട്ടേക്കുന്നതേ ഉള്ളൂ, അത് ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാണ് വരച്ചത്. ഓക്കെ, ഈ സെൽ വാളിനെ കൂടാതെ ഇവിടെ ഒരു സ്ട്രക്ചർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെ. ഇതിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മൈറ്റോകോൺട്രിയ, ലൈസോസോം, ഗോൾഗി ബോഡീസ്, അങ്ങനെ കുറെ സ്ട്രക്ചർ ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഓസ്മോസിസിലൂടെ എന്തോ സംഭവിക്കും? വാട്ടറിന്റെ ലോസ് സംഭവിക്കും. ഏതിന്റെ കേസിൽ? നമ്മൾ ഈ പറയുന്ന സെൽ വാളിന്റെ കേസിൽ, സോറി സെൽ വാളിന്റെ അല്ല, പ്ലാന്റ് സെല്ലിന്റെ കേസിൽ അല്ലെ. അപ്പൊ എന്തോ സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഈ പ്ലാസ്മ മെംബ്രെയിനും ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും എല്ലാം കൊണ്ടങ്ങ് ചുരുങ്ങി അകത്തേക്ക് എന്ന് വരും. അതായത് സെൽ വാളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം കാണിക്കും ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നേരത്തെ എങ്ങനെയാണായിരുന്നു? അല്ല, അടുത്തായിട്ടല്ലേ ഇരുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് അകന്നു പോകും എന്തെന്ന് പറയുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്താണ് പ്ലാസ്മോളിസിസ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയാം നമുക്ക്. When a living plant cell loses water through osmosis, there is a shrinkage അല്ലെ. എന്തോ സംഭവിക്കും അവിടെ? ആ പറയുന്ന സെൽ എന്തോ ചെയ്യും? ചുരുങ്ങും, അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തോ ചെയ്യും? വളരെയധികം എന്തോന്നാണ്? ചുരുങ്ങും അല്ലെ. ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ സെൽ അവേ ഫ്രം ദ സെൽ വാൾ അല്ലെ. അതായത് ഈ പറയുന്ന സെല്ലിന്റെ അകത്തിരിക്കുന്ന കണ്ടന്റ് പ്ലാസ്മ മെംബ്രെയിനും സെൽ വാളിൽ നിന്ന് ഒരുപാട് അകന്നങ്ങ് പോകും. ആ ഒരു പ്രോസസ്സാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്. ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിസ് ഫിനോമിന ഈസ് കോൾഡ് പ്ലാസ്മോളിസിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. എക്സാമിന് നിരന്തരം ചോദിക്കുന്ന 3 ചോദ്യങ്ങളാണ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, പ്ലാസ്മോളിസിസ്. തിരിഞ്ഞു പോയാൽ മാർക്ക് പോകും. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പർട്ടോണിക്, ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഇത് 3 പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ when a living plant cell loses water അല്ലെ. എന്തോ ഒരു ജീവനുള്ള അല്ലെങ്കിൽ ജീവനുള്ള പ്ലാന്റ് സെല്ലിന്റെ നിന്ന് വാട്ടറിന്റെ ലോസ് സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് എന്തോ സംഭവിക്കും? when a living plant cell loses water through osmosis. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഒരു ജീവനുള്ള പ്ലാന്റ് സെല്ലിന് വാട്ടർ നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ട് എന്തോ where the plasma membrane pulls away from the cell wall. Plasma membrane കൂടാതെ സെല്ലിന്റെ അകത്തുള്ള മെറ്റീരിയൽസും എന്തോ ചെയ്യുന്നുണ്ട്? pulls away from the cell wall. സെൽ വാളിൽ നിന്ന് അകന്ന് പോകും, അല്ലെങ്കിൽ സെൽ വാളിൽ നിന്ന് ഒരുപാട് മാറും അല്ലെ. ആ ഒരു പ്രോസസ്, അതിന്റെ ഫലമായിട്ട് എന്തോ സംഭവിക്കും? ആ സെൽ വാളിന്റെ അകത്തിരിക്കുന്ന ആ മെറ്റീരിയൽ എന്തോ ചുരുങ്ങും, അല്ലെങ്കിൽ there is a shrinkage or contraction എന്ന് നമുക്ക് പറയാം അല്ലെ. there is a shrinkage or contraction of the കണ്ടന്റ് ഓഫ് ദ സെൽ വാൾ, അല്ലെങ്കിൽ കണ്ടന്റ് ഓഫ് ദ സെൽ എന്ന് നമുക്ക് പറയാം. ആ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. വളരെയധികം പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്ന് പറയുന്നത് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്.
അപ്പൊ ഈ പറയുന്ന സെൽ വാള് പ്ലാന്റ് സെല്ലിനെ കൂടാതെ വേറെ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഉണ്ട്? ഫംഗിക്കുണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്? ബാക്ടീരിയൽ സെല്ലിനുണ്ട്. പക്ഷെ അതിന്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഫംഗിയുടെ കേസിൽ കൈറ്റിനും ബാക്ടീരിയൽസിന്റെ കേസിൽ പെപ്റ്റിഡോഗ്ലൈസിനുമാണെന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് എ സ്ട്രക്ചർ കോൾഡ് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻ നോക്കാം. എന്താണ് സെൽ വാളിന്റെ ഫംഗ്ഷൻ? എന്തൊക്കെയാണ് സെൽ വാളിന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് സെൽ വാൾ പ്രൊവൈഡ്സ് ഷേപ്പ്, സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി അല്ലെ. നമ്മൾ പ്ലാസ്മ മെംബ്രെയിന്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ അനിമൽ സെല്ലിൽ പറഞ്ഞെന്തോന്നാണ്? പ്ലാസ്മ മെംബ്രെയിൻ റിജിഡിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് നൽകുന്നുണ്ടെന്ന് പറയാം. In addition to the plasma membrane, cell wall also provides shape, strength and rigidity to plant cell. അല്ലെ, അല്ലെങ്കിൽ സെൽ വാൾ എന്തോ നൽകുന്നുണ്ട്? ആ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ആ പറയുന്ന സെല്ലിന് എന്തോ നൽകുന്നുണ്ട്? ഒരു സ്ട്രെങ്ത് നൽകുന്നുണ്ട്, ഒരു ശക്തി നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, it also provides protection against mechanical stress. അല്ലെ, ഈ പ്ലാന്റ് സെല്ലിലൊക്കെ ഉണ്ടാവുന്ന മെക്കാനിക്കൽ സ്ട്രെസ്സിൽ നിന്ന് ഈ പറയുന്ന സെൽ വാൾ ആണ് എന്തോന്ന് ചെയ്യുന്നത്? സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞ് ഇറ്റ് ഗീവ് സ്ട്രക്ചറൽ സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദ സെൽ എന്ന് നമ്മൾ പറയാം. അതായത് സെൽ വാൾ ഗീവ്സ് അല്ലെങ്കിൽ സെൽ വാൾ പ്രൊവൈഡ്സ് സ്ട്രക്ചറൽ സ്ട്രെങ്ത്, റിജിഡിറ്റി ആൻഡ് ഷേപ്പ്. ആ സെല്ലിനുള്ള ഷേപ്പും അതുപോലെ തന്നെ എന്താണ്? സ്ട്രെങ്ത്, സ്ട്രോങ് ആക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ റിജിഡിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൽ വാൾ ആണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്ലാന്റ് സെല്ലിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ സ്ട്രെസ്സിൽ നിന്നെല്ലാം അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെൽ വാൾ ആണെന്ന് നമുക്ക് പറയാം. അത് തീർന്നില്ല. ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ദ ഇന്റീരിയർ സെൽ കണ്ടന്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അല്ലെ, ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തോന്നുണ്ട്? നമ്മൾ പറഞ്ഞ സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയസ് സംഭവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞില്ലേ. ഇതിന്റെ ഈ ഇന്റീരിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഇന്റീരിയർ സ്ട്രക്ചറിൽ നിന്ന്, ഈ ഇന്റീരിയർ കമ്പോണന്റ്സിൽ നിന്ന്, സെൽ കമ്പോണന്റ്സിൽ നിന്ന് ഈ പറയുന്ന എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും ഇതിനെ വേർതിരിക്കുന്ന ഒരു തടസ്സമായിട്ട്, ബാരിയർ ആയിട്ട് കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാരിയർ ആയിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് സെൽ വാൾ എന്ന് പറയുന്നത്. അതായത് സെല്ലിനെ അതിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന്, സെല്ലിന്റെ അകത്തുള്ള ഇന്റേണൽ കമ്പോണന്റ്സിനെ അതിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ന് നമുക്ക് പറയാം സെൽ വാൾ എന്ന് പറയുന്നത്. അതും അതിന്റെ ഒരു യൂസ് തന്നെയാണ്, അല്ലെങ്കിൽ അതും അതിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. Act as a barrier between the interior cell component and the external environment. തീർന്നില്ല. It also helps in the prevention of water loss from the cell. നമ്മൾ നേരത്തെ തൊട്ടുള്ള പ്ലാസ്മോസിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ വാട്ടർ ലോസ് ഒക്കെ സംഭവിക്കുന്ന പറഞ്ഞില്ലേ. സെൽ വാൾ എന്ത് ചെയ്യുന്നുണ്ട്? helps in preventing water loss from the cell. അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സെൽ വാളിന്റെ സ്ട്രക്ചർ, അതായത് സ്ട്രക്ചറും ഫംഗ്ഷനും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഇതിൽ എക്സാമിന് ചോദിക്കുന്നത് ഈ പ്രോസസ്സ് മാത്രമായിരിക്കും. എല്ലാം ചോദിക്കും, എന്നാലും കൂടുതൽ കണ്ടിട്ടുള്ളത് ഏതാണ്? ഈ പറയുന്ന പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറയാവുള്ളൂ. അപ്പൊ സെൽ വാൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. ഇതുവരെ ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിക്കാം. നമ്മൾ സെൽ വാളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്ക്, അപ്പൊ നമ്മളിപ്പോ സെൽ വാളിനെ കുറിച്ച് പറഞ്ഞു. സെൽ വാൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൽ കാണുന്നുണ്ട്, ബാക്ടീരിയൽ സെല്ലിൽ കാണുന്നുണ്ട്, ഫംഗൈയുടെ ബോഡിക്ക് അത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ എന്തോ ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സെല്ലിന്റെ അകത്തുള്ള നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ന്യൂക്ലിയസ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ സെൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് സെല്ലിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്നൊന്ന് പറയാം, ന്യൂക്ലിയസ് ഈസ് കൺസിഡർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് ദ സെൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ നോക്കണം, ഈ പറയുന്ന ന്യൂക്ലിയസിനെ ആദ്യം റോബർട്ട് ഹുക്ക് സെല്ല് കണ്ടുപിടിച്ച സമയത്ത് ഈ പറയുന്ന ന്യൂക്ലിയസിനെ എന്തോന്നും ചെയ്തിട്ടില്ലായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹം വെൽ ഡെവലപ്ഡ് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നല്ല എന്തോന്നും ചെയ്തത്, സെല്ലിനെ എന്തോന്ന് ചെയ്തത്, ഡിഫൈൻ ചെയ്തത് അല്ലെ. അപ്പൊ അതിനുശേഷം റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്തോന്ന് കണ്ടുപിടിച്ചത്, ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഓർഗനൽ എന്തോന്നിന്റെ അകത്തുണ്ടെന്ന്, സെല്ലിന്റെ അകത്തുണ്ടെന്നും ഈ ന്യൂക്ലിയസ് ആണ് ഈ സെല്ലിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നതെന്നും കണ്ടുപിടിച്ചത് ഏതാണെന്ന് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ് അല്ലെ. അപ്പൊ നോക്കാം, നമുക്ക് എന്താണ് ന്യൂക്ലിയസ് എന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്ക് പറയുന്നത് ന്യൂക്ലിയസ് ഈസ് കൺസിഡർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് എ സെൽ എന്ന് നമുക്ക് പറയാം അല്ലെ. സെല്ലിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ന്യൂക്ലിയസ് തന്നെയാണ്. ഓക്കെ,
നമുക്ക് ഇനി ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു സെല്ല് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു റൗണ്ട് ഗിഡിങ് അല്ലെങ്കിൽ ഡാർക്ക് ലൈൻ സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് റൗണ്ട് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ് നമുക്ക് എന്തെന്ന് പറയാം, ന്യൂക്ലിയസ് എന്ന് പറയാം. സെല്ലിന്റെ അകത്ത് അത് പ്ലാന്റ് സെല്ലായാലും ശരി തന്നെ അനിമൽ സെല്ലായാലും ശരി തന്നെ അതിന്റെ അകത്ത് കാണപ്പെടുന്ന റൗണ്ട് ഡെൻസ് നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ റൗണ്ട് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്മാൾ റൗണ്ട് ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ് ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം അല്ലെ. അതും എങ്ങനെയാണ് മെംബ്രെയിൻ? ഡബിൾ മെംബ്രെയിൻ ആണ്, രണ്ട് അല്ലെങ്കിൽ ഡബിൾ മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസ് ഈസ് കൺസിഡർഡ് ആസ് എ ബ്രെയിൻ ഓഫ് സെൽ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് a small round membrane bound structure found in the inside the cell. സെല്ലിന്റെ അകത്തായിട്ട് കാണപ്പെടുന്ന ഡെൻസ് ഇരുണ്ട റൗണ്ട് ചെറിയ വട്ടത്തിനുള്ള ചെറിയൊരു സ്ട്രക്ചർ ആണ്, ഡബിൾ മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് എ സെൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ യൂക്കാരിയോട്സിന്റെ ബോഡി എടുക്കുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന എന്നത് കാണപ്പെടുന്നത്. യൂക്കാരിയോട്സിന്റെ നമ്മൾ പറഞ്ഞല്ല, യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് എന്തെന്ന് പറയുന്നത് യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോകാരിയോട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെ യൂക്കാരിയോട്ട് എന്നും പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോകാരിയോട്സ് എന്നും പറയുന്നത്. അതെല്ലാം കൊച്ചു ക്ലാസ് നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പൊ ശ്രദ്ധിച്ചോണം, യൂക്കാരിയോട്ട് നമുക്ക് യൂക്കാരിയോട്ടിൽ വേർഡ് യു മീൻസ് എന്താണ്? ട്രൂ എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ട്രൂ എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഈ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തന്നെ ശ്രദ്ധിക്കണം, അതിന്റെ കേസിൽ വരുമ്പോൾ ഈ RBC അതുപോലെ തന്നെ WBC ബ്ലഡ് സെൽസിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് ഈ RBCക്ക് അത്ര ചിലപ്പോൾ എന്തൊന്നും കാണത്തില്ല, ന്യൂക്ലിയസ് കാണത്തില്ല എന്ന് കരുതി യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസം എന്നല്ല അർത്ഥം. യൂക്കാരിയോട്സിന് എന്തോന്നുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം ആണെന്ന് പറയുന്നത് യൂക്കാരിയോട്സ്, അല്ലെങ്കിൽ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം ആണെന്ന് പറയുന്നത് യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. ആൻഡ് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിന് നമ്മൾ എന്തെന്ന് പറയും? പ്രോകാരിയോട്സ് എന്ന് പറയും. ആദ്യം തന്നെ പറയാം, റോബർട്ട് ഹൂക്കിന് എന്തോന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, ന്യൂക്ലിയസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അന്ന് ഒരു വെൽ ഡെവലപ്ഡ് മൈക്രോസ്കോപ്പ് ഒന്നും അല്ല എന്തോന്ന് ഉപയോഗിച്ചിരുന്നത് അല്ലെ, ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം റോബർട്ട് ബ്രൗൺ ആണെന്നൊന്ന് പറഞ്ഞത് സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്നും ആ സ്ട്രക്ചർ ആണ് സെല്ലിന്റെ അകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ന്യൂക്ലിയസ് ആണെന്ന് ആര് പറഞ്ഞു? റോബർട്ട് ബ്രൗൺ പറഞ്ഞു അല്ലെ. ആൻഡ് അദ്ദേഹം പറഞ്ഞതാണ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ബ്രെയിൻ ഓഫ് എ സെൽ ആൻഡ് ഇറ്റ് ഈസ് സ്മാൾ റൗണ്ട് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ന്യൂക്ലിയസിന്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ആൻഡ് the fluid inside the nucleus surrounding the nuclear membrane, അതായത് ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ ഒരു സ്ട്രക്ചർ ആണ്, ന്യൂക്ലിയസിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വരച്ച് കാണിച്ചിരുന്നത്. ഓക്കെ, അതിന്റെ അകത്ത് എന്തോന്നുണ്ട്? ന്യൂക്ലിയസിന്റെ അകത്ത് അല്ലെങ്കിൽ പുറമേ കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ സെല്ലിന് പുറമേ കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ ആണ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ പുറമേ കാണപ്പെടുന്ന ഔട്ടർ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എങ്ങനെയായിരിക്കും? ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എങ്ങനെയാണ്? ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. ഓക്കെ, തീർന്നില്ല. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ കഴിഞ്ഞ് ന്യൂക്ലിയസിന്റെ അകത്തേക്ക് വരുമ്പോൾ അതിന്റെ 25% എന്തോ തന്നെയാണ് ഈ പറയുന്ന ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ഈ പറയുന്ന ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. അവിടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. The fluid inside the nucleus surrounding the nuclear membrane അല്ലെ, ഈ പറയുന്ന ന്യൂക്ലിയർ മെംബ്രെയിനെ സറൗണ്ട് ചെയ്ത് ചുറ്റി കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ന്യൂക്ലിയോപ്ലാസം എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, അപ്പം the fluid inside the nucleus surrounding the nuclear membrane is called നമുക്ക് എന്തെന്ന് പറയാം? ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കാം. ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കാം. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ എന്തെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിന്റെ പുറമേ കാണപ്പെടുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ അകത്തായിട്ട് കാണപ്പെടുന്ന മേജർ സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഓക്കെ,
തീർന്നില്ല. ഇനി ഇതിന്റെ ജോലികൾ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഈ പറയുന്ന സ്ട്രക്ചറിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയസ് എന്തോന്ന് ചെയ്യുന്നുണ്ട്, കൺട്രോൾസ് ദ സെൽസ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ന്യൂക്ലിയസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ എന്ന് പറയുന്നത് കൺട്രോൾസ് ദ സെൽസ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് കാരണമുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ അകത്തായിട്ട് എന്തോതിനെ നമുക്ക് കാണാൻ കഴിയും, because it contains cells hereditary information. അതായത് ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഏതിന്റെ അകത്തുണ്ട്, ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ അകത്തുണ്ട്. ഓക്കെ, ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഏതൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തോന്ന് DNA അതുപോലെ തന്നെ പ്രോട്ടീനും കൊണ്ടല്ലേ. അപ്പൊ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, ഈ പറയുന്ന സെൽസിന്റെ ഹെറിഡിറ്ററി ഇൻഫർമേഷൻ ഒക്കെ എന്തോന്ന് ചെയ്തിരിക്കുന്നു, കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ സെൽസ് ഹെറിഡിറ്ററി ഇൻഫർമേഷൻ. അത് ഏതിന്റെ ജോലിയാണ്, ന്യൂക്ലിയസിന്റെ. അപ്പം എന്താണ് പറഞ്ഞത് ചോദിച്ചാൽ എന്താണ്, ന്യൂക്ലിയർ മെംബ്രെയിന് ചുറ്റും കാണപ്പെടുന്ന, പുറമെ കാണപ്പെടുന്ന മെംബ്രെയിനാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് സറൗണ്ടിങ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പ്ലാസം എന്ന് പറയുന്നത്. ഇനി ഇത് എന്തോന്നാണ് ന്യൂക്ലിയസിന്റെ അത് ചെയ്യുന്നത് ചോദിച്ചാൽ കൺട്രോൾസ് സെൽസ് ഗ്രോത്ത്, സെൽസിന്റെ ഗ്രോത്തും അതുപോലെ തന്നെ എന്തോന്നും റീപ്രൊഡക്ഷന്റെ കാര്യത്തിൽ എന്തോന്ന് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് എന്തോന്ന് ഹെറിഡിറ്ററി ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യുന്ന സെൽസിന്റെ ഹെറിഡിറ്ററി ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതിന്റെ അകത്ത് അടങ്ങിയിട്ട് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സെല്ലിന്റെ അകത്തുള്ള നിരവധി സെല്ലുലാർ ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഡിവിഷനും അതുപോലെ തന്നെ സെല്ലിന്റെ ഗ്രോത്തും അതെല്ലാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഈ പറയുന്ന ന്യൂക്ലിയസ് ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഫംഗ്ഷൻ നോക്കാം. ഒന്നാമത്തെ എന്താ പറയുന്നത്, സ്റ്റോറിംഗ് സെൽസ് ഹെറിഡിറ്ററി മെറ്റീരിയൽസ് അല്ലേ. ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇതിനകത്ത് ക്രോമാറ്റിൻ ഉണ്ട്. എന്താണ് ക്രോമാറ്റിൻ എന്ന് ചോദിച്ചാൽ എന്താണ്, ലോങ് ത്രെഡ്, ഡാർക്ക് ലോങ് ഡെൻസ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡെൻസ് ഇരുണ്ട എന്താണ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇതിന്റെ അകത്ത് കാണപ്പെടുന്നുണ്ട്, ന്യൂക്ലിയസിന്റെ അകത്ത് കാണപ്പെടുന്നുണ്ട്. ആ മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ലാർജ് ഡെൻസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ക്രോമാറ്റിൻ എന്ന് നമുക്ക് പറയാം അല്ലേ. ക്രോമാറ്റിൻ എന്താണ്, ക്രോമാറ്റിൻ എന്ന് ചോദിക്കുന്നത് ലാർജ് ലോങ് അല്ലെങ്കിൽ ഡെൻസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണെന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന ഈ പറയുന്ന ക്രോമാറ്റിൻ എന്ന് പറയാം. അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, DNAയും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അത് എന്തോന്ന് ചെയ്യുന്നുണ്ട്, it helps in storing cells hereditary material അല്ലെ, സെല്ലിന്റെ ഹെറിഡിറ്ററി മെറ്റീരിയൽ അതായത് DNA അല്ലെ. DNA എന്ന് പറയുന്നത് ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് അല്ലെ. ആ പറയുന്ന മെറ്റീരിയലിനെ എന്തോന്ന് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുക എന്ന ജോലി ആർക്കാണുള്ളത്, ഈ പറയുന്ന ന്യൂക്ലിയസിനാണുള്ളത്. ഈ പറയുന്ന ന്യൂക്ലിയസിനാണുള്ളത്. തീർന്നില്ല. അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ it helps in the coordination of cellular activities. സെല്ലിനകത്ത് നടക്കുന്ന സെല്ലുലാർ ആക്ടിവിറ്റീസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഞാൻ തിരുമ്പ് പറഞ്ഞത് നിങ്ങളോട് അല്ലെ. സെല്ലിന്റെ അകത്ത് നടക്കുന്ന സെല്ലുലാർ ആക്ടിവിറ്റീസ്, അതായത് സെല്ലിന്റെ ഡിവിഷൻ ആയാലും ശരി തന്നെ, സെല്ലിന്റെ ഗ്രോത്ത് ആയാലും ശരി തന്നെ, ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ജോലി ആർക്കാണുള്ളത്, ന്യൂക്ലിയസിനാണുള്ളത്. ഈ പറയുന്ന ന്യൂക്ലിയസിനകത്തുള്ള മെറ്റീരിയൽസിനാണ് ഉള്ളത്. അവയാണ് എന്തോന്ന് ചെയ്യുന്നത്, സെല്ലിന്റെ അകത്തുള്ള ഈ സെല്ലുലാർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സെല്ലിന്റെ സെല്ലുലാർ ആക്ടിവിറ്റീസ്, അതായത് സെല്ലിന്റെ ഡിവിഷൻ, സെല്ലിന്റെ ഗ്രോത്ത്, അവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആരാണ്, നമ്മുടെ ന്യൂക്ലിയസും അതുമായി ബന്ധപ്പെട്ട ന്യൂക്ലിയോപ്ലാസും ന്യൂക്ലിയോളസ്. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കൺട്രോൾ സെന്റർ ഓഫ് ദ സെൽ. ഞാൻ പറഞ്ഞു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അത് ഉദ്ദേശിച്ച ഒറ്റ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഹെൽപ്സ് ഇൻ സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് മാത്രം പറഞ്ഞാൽ വീണ്ടും എടുത്ത് പറയുന്ന കാര്യം. ഇനി അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ RNA ആൻഡ് പ്രോട്ടീൻസ്, അല്ലെങ്കിൽ ഇത് റൈബോസോമിന്റെയും RNAയുടെയും പ്രോട്ടീൻ സിന്തസിസിന് എല്ലാം സഹായിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഈ പറയുന്ന നമ്മുടെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നമ്മുടെ DNA ആണ്. സോറി, നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പം RNAയുടെ ഫോർമേഷനും അതുപോലെ തന്നെ DNAയുടെയും അതുപോലെ തന്നെ റൈബോസോമിന്റെയും ഒക്കെ ഫോർമേഷന് സഹായിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ന്യൂക്ലിയസ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ന്യൂക്ലിയസ് എന്നാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു, ആരാണ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു അല്ലെ. ന്യൂക്ലിയസിനെ നമ്മൾ ബ്രെയിൻ ഓഫ് ദ സെല്ലായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ന്യൂക്ലിയസ് എന്ന് ചോദിച്ചാൽ എന്താണ്, സ്മാൾ റൗണ്ട് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഫൗണ്ട് ഇൻസൈഡ് ദ സെൽ ഈസ് കോൾഡ് ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം. സെല്ലിന്റെ അകത്ത് കാണപ്പെടുന്ന ഇരുണ്ട എന്നൊന്നാണ്, വളരെ ചെറുതായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നോൺ
സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിന്റെ പുറമേ കാണപ്പെടുന്ന മെംബ്രെയിൻ ആണ്. ഡബിൾ ലെയർ മെംബ്രെയിൻ കൊണ്ട് ന്യൂക്ലിയസിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്. ആ മെംബ്രെയിൻ അറിയപ്പെടുന്നതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ യൂക്കാരിയോട്ടിക് സെൽസിന്റെ അകത്താണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ കാണപ്പെടുന്നത്. എന്താണ് യൂക്കാരിയോട്ടിക് വിഭാഗങ്ങൾ എന്ന് ചോദിച്ചതാണ്. 2 ന്യൂക്ലിയസ് ഉള്ളവയാണ് യൂക്കാരിയോട്ടിക് വിഭാഗം എന്ന് പറയുന്നത്. അത് കൂടാതെ ഈ ന്യൂക്ലിയർ മെംബ്രെയിനെ ചുറ്റി കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ സെല്ലിന്റെ അകത്തുള്ള ഹെറിഡിറ്ററി മെറ്റീരിയൽസിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന ജോലിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂക്ലിയസിനുള്ളത്. സെല്ലുലാർ ആക്ടിവിറ്റീസ് മീൻസ് സെല്ലിന്റെ ഗ്രോത്ത്, സെല്ലിന്റെ ഡിവിഷൻ, അവയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ന്യൂക്ലിയസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ പറഞ്ഞു. അത് കൂടാതെ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ന്യൂക്ലിയർ പോർ എന്ന് പറയുന്ന സ്ട്രക്ചർ. ക്രോമാറ്റിൻ എന്താണ് നമ്മൾ പറയുന്നത്? എ ലോങ് ത്രെഡ് ഡെൻസ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ക്രോമാറ്റിൻ. എന്താണ് അവയുടെ ജോലി എന്ന് പറയുന്നത്? എന്താണ്? DNA എന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയുന്ന ജോലിയാണ് അല്ലേ. ഇനി ഇത് കൂടാതെ ഈ ന്യൂക്ലിയസിന്റെ അകത്ത് ഒരു സ്ട്രക്ചർ കൂടെ ഉണ്ട്, ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത് അല്ലെ. ന്യൂക്ലിയസിന്റെ പുറമെ ന്യൂക്ലിയർ മെംബ്രെയിനിലായിട്ട് കാണപ്പെടുന്ന ചെറിയ ചെറിയ ഹോൾസ് നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അവയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സൈറ്റോപ്ലാസത്തിൽ നിന്നുള്ള മെറ്റീരിയൽസിനെ അകത്തേക്കും അകത്തു നിന്നുള്ള മെറ്റീരിയൽസിനെ പുറത്തേക്കും, അതായത് പ്ലാസ്മ മെംബ്രെയിൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് ഷെയർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഇവിടെ എന്നും ചെയ്യുന്നത് ഈ പറയുന്ന ന്യൂക്ലിയർ പോറും എന്നും ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ന്യൂക്ലിയസിന്റെ ഒരു ജസ്റ്റ് മെയിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ തന്നെ നമുക്കൊരു കേസ് എടുക്കാം. ഈ ന്യൂക്ലിയസിന്റെ അകത്ത് എന്തോന്നുണ്ട്? ന്യൂക്ലിയസ് കണ്ടെയ്ൻ ക്രോമസോംസ് അല്ലെ. ന്യൂക്ലിയസിന്റെ അകത്ത് എന്തോന്ന് കാണപ്പെടുന്നുണ്ട്? ക്രോമസോംസ്. ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, റോഡ് ഷേപ്പ് സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം അല്ലെ. എന്തോന്നുണ്ട്? ഇതിന്റെ അകത്ത് എന്തോന്നുണ്ട്? ക്രോമസോംസ് ഉണ്ട് അല്ലെ. ഈ പറയുന്ന ക്രോമസോംസ് എന്തിന് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ക്രോമസോംസിന്റെ അകത്ത് എന്തോന്ന് കാണപ്പെടുന്നുണ്ട്? ക്രോമസോംസ് കണ്ടെയ്ൻ ഇൻഫർമേഷൻസ് ഫോർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെ. ഈ പറഞ്ഞ നമ്മുടെ DNA എന്ന് പറഞ്ഞില്ലേ, എന്താണ് DNA? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞില്ലേ. ആ സാധനങ്ങൾ എന്നോ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ എന്തോ ഇതിന്റെ അകത്ത് എന്തോന്ന് കാണപ്പെടുന്നുണ്ട്? ന്യൂക്ലിയസ് കണ്ടെയ്ൻ ക്രോമസോംസ് അല്ലെ. എന്തോന്ന് കാണപ്പെടുന്നുണ്ട്? ക്രോമസോംസ് അല്ലെ. അത് എങ്ങനെയായിരിക്കും? വിസിബിൾ ലൈക്ക് അല്ലെങ്കിൽ വിസിബിൾ റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ. ക്രോമസോംസ് കണ്ടെയ്ൻ ഇൻഫർമേഷൻസ് ഫോർ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരന്റ്സ് ടു ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ പാരന്റ്സ് ടു നെക്സ്റ്റ് ജനറേഷൻ. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ പറയുന്ന DNA ആണെന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന DNA ആണെന്ന് പറയാം. എന്താണ് അതിന്റെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണെന്ന് പറയുന്നത് DNAയുടെ എന്ന് പറയുന്നത് അബ്രിവേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് കൂടാതെ ഈ പറയുന്ന ക്രോമസോംസ് ആർ കമ്പോസ്ഡ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ. നമ്മുടെ ക്രോമാറ്റിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ എഴുതിയില്ലേ, അത് തന്നെയാണ് ഇപ്പൊ ഒന്നും കൂടെ പറയുന്നത്. എന്താണ് ഈ ക്രോമസോംസ് കണ്ടെയ്ൻ അല്ലെങ്കിൽ മേഡപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ DNA ആൻഡ് പ്രോട്ടീൻ, അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടാണ് എന്തോ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ DNA എന്ന് പറയുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്തോന്നാണ്? ആ കമ്പോസ്ഡ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന DNA മോളിക്യൂൾസ് എന്തോന്ന് ചെയ്യുന്നു ചോദിച്ചാൽ കണ്ടെയ്ൻ ഇൻഫർമേഷൻ നെസസറി ഫോർ ദ കൺസ്ട്രക്ടിങ് ഓർഗനൈസിംഗ് സെൽസ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇത്തിരി മുമ്പേ അതിന്റെ ജോലി എന്താണ്? സെല്ലുലാർ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞപ്പോ ഈ പറയുന്ന ക്രോമാറ്റിക് മെറ്റീരിയലിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻസൈഡ് ദ സെൽ എന്നുള്ള ഡെൻസ് നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻസൈഡ് ദ സെൽ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്താണ് ഇതിന് മുമ്പത്തെ ഇത് സംസാരിച്ചത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ പറയുന്ന സെല്ലുലാർ റീപ്രൊഡക്ഷനില് വളരെയധികം എന്താണ് മേജർ റോൾ വഹിക്കുന്ന ഒരു ഓർഗനലാണ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂക്ലിയസ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ സെല്ലുലാർ റീപ്രൊഡക്ഷൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് nucleus plays an important role in the controls the cell's growth and reproduction. അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം ഈ പറയുന്ന ന്യൂക്ലിയസ് ആണ് എന്തോ ചെയ്യുന്നത്? ഈ പറയുന്ന സെല്ലുലാർ റീപ്രൊഡക്ഷന്റെ മേജർ റോളും വഹിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സെല്ലുലാർ റീപ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് നമുക്ക് പറയാം? ന്യൂക്ലിയസ് ആണെന്ന് പറയാം. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഒരു സിംഗിൾ ഓർഗാനിസം എടുക്കാൻ നമുക്ക് ഒരു സിംഗിൾ ഓർഗാനിസം അല്ലെ. ആ സിംഗിൾ ഓർഗാനിസം അല്ല, ഒരു സിംഗിൾ സെല്ല് എടുക്കാം അല്ലെങ്കിൽ സിംഗിൾ സെൽ
സെൽ അല്ലെങ്കിൽ സിംഗിൾ ഓർഗാൻസ് ഏതാണെങ്കിൽ അമീബയുടെ കേസ് തന്നെ ഏതാണെങ്കിൽ എഴുതും. ഓക്കെ, അപ്പൊ ആ സിംഗിൾ സെൽസ് എന്തോന്ന് ചെയ്യാണ്, ഡിവൈഡ് ചെയ്ത് എന്തോന്ന് ചെയ്യുന്നുണ്ട്, പുതിയ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ അമീബയുടെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു അമീബയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് എന്തോന്ന് ചെയ്യുന്നുണ്ട്, ഡോട്ടർ അമീബാസ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആക്ച്വലി ഈ പറയുന്ന ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്താണ് ഇവിടെ എന്തോന്ന് ചെയ്യുന്നത്, രണ്ടായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെ ന്യൂക്ലിയസിന് വളരെയധികം പങ്കുണ്ട് അല്ലെ. ആ ന്യൂക്ലിയസ് പോകാതെ അമീബയുടെ ബോഡിക്കകത്തുനിന്ന് വേറെ ആർക്കെങ്കിലും മാറിപ്പോയാൽ അവിടെ പുതിയ ഓർഗാൻസ് ഫോം ചെയ്യും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്നോന്നാണ് ദ പ്രോസസ് ബൈ വിച്ച് സിംഗിൾ സെൽ ഡിവൈഡ്സ് ഇൻ ടു ഫോം ന്യൂ സെൽസ് അല്ലെ. ഇറ്റ് ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ അല്ലെ. ഈ പറയുന്ന ന്യൂക്ലിയസ് എന്തോന്ന് അതിന്റെ കേസിൽ എന്തോ ചെയ്യുന്നുണ്ട്, വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണെന്ന് പറയുന്നത് ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കൂടാതെ ബാക്ടീരിയൽ സെല്ലിന്റെ കേസും വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ.